கங்கை கொண்ட சோழபுரம். ஊர் பேர் மாதிரியே இந்த கோவில் எவ்வளவு அழகா இருக்கு பத்தியா? ஆமாமா, எனக்கு கூட ரொம்ப பிடிச்சிருக்கு. 1000 வருஷத்துக்கு முன்னால ராஜேந்திர சோழன் கட்டினது இன்னும் எப்படி இருக்கு? 100 வருஷத்துக்கு முன்னாடி இருந்த மனுஷங்க இப்ப இல்ல, மரஞ்செடி கொடி கூட இல்ல. ஆனா மனுஷன் பண்ண சாதனை மட்டும் காலத்தையும் தாண்டி இப்பவும் இருக்கு. ஆமாமா, ഇതാണ് പെരിയ കോവിൽ ബൃഹന്തേശ്വരി ക്ഷേത്രം. ഈവനിങ് ആണ് വന്നത്. നല്ലൊരു സൺസെറ്റിന്റെ ഫീൽ ഉണ്ട്, കണ്ടില്ലേ? ഓഹോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, കണ്ടില്ലേ? ഇവിടെ നിറയെ ആൾക്കാർ. ഓ, ഭയങ്കര കോമ്പൗണ്ടാണ് കേട്ടോ ഇവിടെ. ഭയങ്കര ഒരുപാട് സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തിനകത്ത്. അതായത് ഒരു കോമ്പൗണ്ടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ. എങ്കിലും രാത്രി ഭയങ്കര ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര കാഴ്ചയാണെന്നാണ് പറയുന്നത്. എന്തായാലും രാത്രിയിലത്തെ ആ കാഴ്ചകളൂടെ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്തോ പറയണ്ടേ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ 1, 2, രണ്ടാമത്തെ കോട്ടയാണ്, മൂന്നാമത്തെ കോട്ട താണ്ടിയാണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ. അത്രയ്ക്ക് വലിയൊരു നിർമ്മിതിയാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു നന്ദീശൻ്റെ ഒരു ശില്പമുണ്ട് അകത്ത്. അതൊരു വലിയ ശില്പമാണ്. അതുപോലെ തന്നെ ഇതാണ് മെയിൻ ക്ഷേത്രം. വളരെ യുനെസ്കോ അംഗീകൃതമായ ഒരു ക്ഷേത്രമാണിത്. പൈതൃക പട്ടികയിൽ ഇടം നേടിയൊരു ക്ഷേത്രമാണിത്. നല്ല ഭംഗിയാർന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ നന്ദീശൻ. ചെവിയിൽ നമ്മൾ അവിടുത്തെ കൂട്ട് തന്നെ ചെവിയിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് ആ വലിയ നന്ദീശൻ ശില്പമാണിത് കാണുന്നത്. ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ ശിവൻ്റെയാണ് പ്രതിഷ്ഠ വന്നിരിക്കുന്നത്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ കാണാൻ, കണ്ടില്ലേ? ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകമാണ് ഈ കാണുന്നത്. നല്ല ക്യൂ ആണ് ഇവിടെ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന്. ഇതെല്ലാം കല്ലുകൊണ്ടുള്ള പില്ലേഴ്സാണ്. ഒരു അത്ഭുത നിർമ്മിതി തന്നെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഇവിടുത്തെ ഉത്സവത്തിന് എടുക്കുന്നതാണെന്ന് തോന്നുന്നു, തേരുകളാണെന്ന് തോന്നുന്നു. ഇവിടെ ഉത്സവം അല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചേക്കാണ് ഇതെല്ലാം. വീഡിയോസൊന്നും അലൗഡ് അല്ലെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ആരും പറയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എടുക്കുകയാണ്. വീഡിയോ അലൗഡ് അല്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ പെരിയകോവിലിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്ന് കയറുന്നത്. ഏഷ്യയിലെ തന്നെ വലിയ ശിവലിംഗമുള്ളൊരു കോവിലാണിത്. അപ്പോൾ കണ്ടു, പ്രാർത്ഥിച്ചു. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മിതികളാണ് കേട്ടോ. അത്ര അധികമായി എന്താ പറയുക, വലിയ വലിയ കൽ തൂണുകളാണ്. ഇത് എങ്ങനെ ഇവിടൊക്കെ ഇത് കൊണ്ടുവച്ചെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് ഒന്നാലോചിച്ച് നോക്കുക. അത്രയ്ക്കും വലുതായിട്ടുള്ള കൽ തൂണുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയാൻ പറ്റും, കണ്ടില്ലേ? ഭയങ്കര അത്ഭുതമാണ്. യുനെസ്കോയിൽ തന്നെ പൈതൃകത്തിൽ ഇടം നേടിയതല്ലേ, പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു അമ്പലമാണിത്. ഒരു പഴയ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ. ഒക്കെ കുട്ടികൾ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ ഹൈറ്റാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്.
ഈ സമയത്ത് നിറയെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ആയിട്ട് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ശില്പം, അതായത് ദ്വാരപാലക ശില്പങ്ങൾ ഒരുപാടുണ്ട്. ഒത്തിരി എന്താ പറയുക, ഒരുപാട് ദൈവങ്ങളുടെ പടമൊക്കെ. അല്ലേ പ്രാവും കൂട് കണ്ടോ? പ്രാവില്ലേ അത്? പ്രാവിൻ്റെ കൂടുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ സൈഡിലെല്ലാം സ്ഥലങ്ങളുണ്ട്. അങ്ങ് മേളി വരെ ഉണ്ട്. നല്ല നല്ല ഇതിലാണ് പോയേക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ? ഇവിടെ വരുന്ന തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഫോറിനേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഫോറിനേഴ്സും എല്ലാവരും വരുന്നുണ്ട് ഇവിടെ. രാത്രിയുടെ യാമങ്ങൾ അടുക്കും തോറും അമ്പലം കൂടുതൽ ഭംഗിയായി വരികയാണ്. കണ്ടില്ലേ? ഇവിടുത്തെ ലൈറ്റ് എല്ലാം തെളിയിച്ചിപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇത് ഫ്രണ്ടിലത്തെ ഗോപുരമാണ്. ഞാൻ ആ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. ഇതുണ്ടല്ലേ, എന്നാൽ ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഗോപുരം അതാണ് ഫ്രണ്ടേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ. ഇത് അമ്പലത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പം എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തുവാന്ന്. അന്നേരത്തെ എന്തൊക്കെയോ ഇതിന് ചുറ്റും ഉള്ള ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമ്പൗണ്ടിനകത്താണ്. ആ മതിലാണിത്. അപ്പുറത്ത് ഓൾറെഡി ആ സൈഡ് ഓൾറെഡി മതിലുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഒരു അമ്പലത്തിനോട് ചേർന്ന് ഇങ്ങനെയാണ് ഇത് കെട്ടി നിർത്തിയേക്കുന്നത്. സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. അപ്പം സന്ധ്യയായി വരുമ്പോൾ തന്നെ ഈ അമ്പലത്തിൻ്റെ ആ ഒരു കളർ ഗോൾഡിലേക്ക് മാറുകയാണ്. കണ്ടില്ലേ? നല്ല ഗോൾഡൻ കളറിലേക്ക് മാറുക. കണ്ടാ? നല്ല ഭംഗിയല്ലേ? അപ്പോൾ കുറച്ചും കൂടെ സന്ധ്യ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും കാണാനെന്ന്. ദൃശ്യം കണ്ടില്ലേ? ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ? ചുമ്മാ അതല്ല, യുനെസ്കോ ഒക്കെ അംഗീകരിച്ചതേ. അടിപൊളി സംഭവം കേട്ടോ. ഇവിടെ എല്ലാം കണ്ടില്ലേ? തമിഴിലൊക്കെ, തമിഴല്ല പഴയ ലിപിയാണെന്ന് തോന്നുന്നു. പഴയ ലിപിയിലാണ് എഴുതിയിട്ടേക്കുന്നത്. ഇതെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്, പഴയ ലിപികൾ. ഇതെല്ലാം ഈ അമ്പലത്തിൻ്റെ അകത്തെ, കോമ്പൗണ്ടിൻ്റെ അകത്തെ അമ്പലമാണ്. കണ്ടില്ലേ? വലിയ എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഇനി ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. മൊത്തം തൂണിൽ, ഇതെല്ലാം കല്ലാണ്. ഇതെല്ലാം ഫുള്ള് കല്ലിൽ തന്നെയാണ്. ടോപ്പ് പോലും കല്ലിലാണ് നിർമ്മിക്കപ്പെട്ടത്. ആളുകളൊക്കെ തൊഴുന്നുണ്ട്. ഒരു നന്ദീശൻ്റെ വിഗ്രഹമുണ്ട് ഇവിടെ. കണ്ട് കാഴ്ച ഇതൊരു പഴയൊരു പീരങ്കിയാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ? അതെ, പീരങ്കി തന്നെ. പീരങ്കി അല്ലേ? പീരങ്കിയുടെ മോഡലാണോ ഇത്? ഹോളൊന്നും കാണുന്നില്ല. ആ ഹോളുണ്ട്. പീരങ്കിയാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്താണെന്നറിയോ, ഒരു അത്ഭുത നിർമ്മിതിയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു അമ്പലം. ചുമ്മാ ഒന്നുമല്ല ഇടം നേടിയത്. നല്ല എന്താ പറയുക, നമ്മൾ എന്താ വെച്ചാൽ നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ശില്പങ്ങൾ കണ്ടാലും, അതുപോലെ തന്നെ ഏഷ്യയിലെ വലിയ ശിവലിംഗം ഉള്ളൊരു അമ്പലം കൂടിയാണ് ഇത്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനിപ്പോൾ പറയുകയാണ്. വലിയ ഒരു ശിവലിംഗം ഉള്ളൊരു അമ്പലമാണ്. അതുപോലെ തന്നെ അമ്പലം നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പീസ്ഫുള്ളും, അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. ഇത് കണ്ടില്ലേ? ബൃഹന്തേശ്വർ ടെമ്പിൾ, അതായത് ഇൻ്റർപ്രഷൻ സെൻറ്റർ. ഇതിൻ്റെ അവരുടെ ഇൻഫർമേഷൻ്റെ ഒരു എമർജൻസി എക്സിറ്റ് അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഓക്കെ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ വാള്. ഈ വാളിൻ്റെ ഫ്രണ്ടേജാണിത്. ഇതൊരു കോമ്പൗണ്ടിൻ്റെ അകത്താണ്. ഭയങ്കര വൃത്തിയും അതുപോലെ തന്നെ എന്തോ പറയണ്ടേ, ഭയങ്കര ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന കാഴ്ചയാണ്. പിള്ളേരൊക്കെ പഠിക്കാൻ വരുമ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ടാണ് അവരും വന്ന് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയും സന്ധ്യയായിട്ട് പോലും ഭയങ്കര തിരക്കാണ് ഇവിടെ.
കാണുമ്പോൾ അറിയാം ഭയങ്കര തിരക്കാണ്. ഇപ്പം ഈ വൈകുന്നേരങ്ങളിലെ ഈ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് ഗോൾഡൻ കളറിലേക്ക് മാറും. അത്രത്തോളം കളറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായി വെച്ചേക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ വൈകുന്നേരം വരുന്നത്. അപ്പോൾ കഴിയുന്നതും വരുവാണെങ്കിൽ ഒരു വൈകുന്നേരം ഒരു ഈ ടൈമല്ല, ഒരു 3 മണിയാകുമ്പോൾ 3-4 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയും കണ്ടിട്ട് നല്ല രീതിയിൽ തൊഴുത് ഈ കാഴ്ചയും കണ്ട് നല്ല സന്തോഷമായിട്ട് മടങ്ങാം. എന്തായാലും ഇവിടെ വരുന്ന നഷ്ടമാകത്തില്ല, സൂപ്പറാണ്. മുമ്പേ ഇവിടെ കുറച്ച് കുട്ടികൾ ഈ ക്ഷേത്രം ദർശിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു കാണണ്ടേ, സായിപ്പന്മാരും എല്ലാം വരുന്നുണ്ട്, കണ്ടില്ലേ? കൊള്ളാം കേട്ടോ. രാത്രി ആകുന്തോറും ഈ അമ്പലത്തിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം കൂടും നോക്കാം. ഐ എം വെയിറ്റിംഗ്. എന്തായാലും ഞങ്ങൾ കറങ്ങി അപ്പുറത്തെ വശത്ത് പോകാം. അവിടുത്തെ കാഴ്ചകളോടെ ഞങ്ങൾ പകർത്താം. എന്നിരുന്നാലും ഈ തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തിരക്ക്. വലിയ ഹെവി ലൈറ്റ് കൊടുത്തേക്കുന്നത് ഇത് കാണാൻ വേണ്ടി. അവൻ അടിച്ച് കൊടുത്തേ കണ്ടില്ലേ? നല്ല പവർഫുള്ളായ ലൈറ്റ് കൊടുത്തേക്കുന്നത് സൈഡിൽ നിന്ന്. ആ ലൈറ്റ് കൊടുത്തേക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. നല്ല ആ ഒരു പവറാണ്. അത്രത്തോളം വെട്ടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോവിലിലെ പൂജയാണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് പൂജയ്ക്കായിട്ട്. നല്ലൊരു വിഷ്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തൊട്ട് അവിടെ ചന്ദ്രൻ, ഇവിടെ പെരിയകോവിൽ, മൃഗന്തേശ്വരി ക്ഷേത്രം. ഇവിടെ എല്ലാം നല്ല തൂണുകളാൽ ഇങ്ങനെ അലങ്കരിച്ച ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം ഓരോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. വലിയൊരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇപ്പോൾ ഒരുപാട് വൈകി. ഞാൻ ഇവിടെ നിന്നപ്പോൾ തൊട്ട് മേളിൽ ചന്ദ്രനെ കണ്ടു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ തഞ്ചാവൂർ ക്ഷേത്രം കണ്ടില്ലേ? എന്ത് ഭംഗിയാർന്ന കാഴ്ചകൾ. ഇതാണ് രാത്രിയിലെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അമ്പലത്തിനകത്തെ ഫ്രണ്ട് വശമാണിത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് കറക്റ്റ് വരുന്നത്. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഗോപുരം കണ്ടില്ലേ? ഈ അകത്തും പുറത്തും ഒക്കെ ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയാർന്ന രീതിയിലാക്കിയിട്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു രാത്രിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി. ആ ഭംഗി കാണാനാണ് ഒരുപാട് പേര് ഇവിടെ രാത്രി വരുന്നത്. ഭയങ്കര തിരക്ക്. ഞപ്പോൾ ഇത്രയും പേരില്ലായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. കണ്ടില്ലേ? ഇതിലും തിരക്കാണ് അകത്തപ്പോൾ. ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അറിയില്ല, എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാര്യം അകത്ത് പൂജയും പ്രാർത്ഥനയും. അപ്പോൾ ഞങ്ങൾക്ക് അകത്തു നിന്ന് കഴിക്കാൻ എനിക്ക് ചെറിയൊരു പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു. ഇത് വെളിയിലത്തെ ഒരു വിഷ്വലാണ്. കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ആണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സെക്കൻഡ് ഗോപുരം. എനിക്ക്
എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്ക്. അപ്പം എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെ, എന്തോ പ്രത്യേകതയുണ്ട്, ഇത്രയും തിരക്ക്. ഇതാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കവാടം. ഇത് കഴിഞ്ഞ് 1, 2, 3, ഇത് 1, അടുത്ത 2, പിന്നെ 3 കഴിഞ്ഞിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അകത്ത് ഭയങ്കര ഭംഗിയാണ്, ലൈറ്റ് ഉണ്ട്. പക്ഷേ വെളിയിൽ അത്രയും ലൈറ്റ് കൊടുത്തിട്ടില്ല, അകത്താണ് നല്ല ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഈ ഭാഗത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം അകത്തെ എത്രത്തോളം ഭംഗിയായിരുന്നു. ഇതാണ് കറക്റ്റ് ഉള്ളത്. ആ ഓട്ടോ തന്നെയാണ്, ഒരുപാട് പേര് കയറാൻ പറ്റും. തഞ്ചാവൂർ ഇവിടെ ഷെയർ ഓട്ടോ എന്നാണ് ഇനി അറിയപ്പെടുന്നത്.